അമേരിക്കയിൽ വെച്ചിട്ട് ഒരു കക്ഷി ഭാവനയുടെയും റിമി ടോമിയുടെയും നിങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിങ്ങൾ പൊട്ടി അങ്ങ് ചിരിച്ച് വന്ന ക്രിമിനലിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ കേട്ടോ. ഞങ്ങള് US-ലൊക്കെ 1 month ഷോ പോകുമ്പോ ചിലപ്പോ ഒരു സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിൽ നമ്മൾ ബസ്സിലായിരിക്കും, ഫുൾ ടീം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് രാത്രി വരുമ്പോ ഉറക്കം ശരിയാവാതെ ഞങ്ങള് മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ്. ഉറക്കം ഷോ ആണെങ്കിലും രാത്രി 12 മണി 12:30 തീരാൻ. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്ന പിറ്റേ ദിവസം ചിലപ്പോൾ ഉച്ചയൊക്കെ നമ്മൾ എത്തുക. അപ്പോൾ ഉറക്കം ശരിയാവുന്നില്ല. ബസ്സിലായതുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഉറക്കമില്ലാതെ കിളി പോയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് എന്തോ കഴിക്കാനോ അതോ അപ്പോൾ നല്ല ലേറ്റായി. കഴിക്കാനോ എന്തിനോ വാഷ്റൂം യൂസ് ചെയ്യാൻ എന്തിനോ നമ്മളവിടെ ഒരു മോള് പോലത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ വാഷ്റൂമിൽ കയറാൻ പോകുമ്പോഴത്തേക്കും ഈ ലേഡീസ് വാഷ്റൂമിൽ ഒരാളുണ്ട്, ഒരു മെയിലുണ്ട്, ഒരാളുണ്ട്. അപ്പം ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഉള്ള വേറെ 2-3 ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ എന്താ പിന്നെ കം ഔട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് എന്തോ ദേഷ്യം. തോക്കെടുത്തൊന്നുമില്ല, തോക്കുണ്ടോന്നല്ല എനിക്കറിയില്ല കേട്ടോ. അത് വെറുതെ ആ ഒരു ആക്ഷൻ കാണിച്ചു, വെറുതെ കാണിച്ചോളൂ. കാണിച്ചപ്പോഴത്തേക്കും ഉണ്ടാവും, പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പൊ എന്നിട്ട് ആള് അങ്ങനെ കാണിച്ചത് നമ്മൾ സൈലന്റ് ആയി പോയി. ഞാനും റിമിയും കൂടി ചിരിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞോളൂ, ഞങ്ങള് ആ സമയത്ത് ഉറക്കവും ഇല്ല, കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു പരിധി വിട്ട റിമിയുടെ എടുത്തു പൊക്കിയെന്ന്. ഞങ്ങള് രാത്രി ഒരു സ്ഥലത്ത് കയറി വന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ വെടി വെച്ച് മരിച്ചു വീഴാൻ പോകുന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പൊട്ടിച്ചിരിച്ചപ്പോ അവര് പ്രത്യേകിച്ച് തെറ്റിദ്ധരിക്കുമല്ലോ, ഒരു കളിയാക്കിയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഒരു കാണിച്ചോണ്ടിരിക്കുക. അയാള് അമേരിക്കനാന്ന് മനസ്സിലായോ? അമേരിക്കനാണ്, ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ്. അപ്പോഴത്തേക്ക് അയാള് പിന്നെ തിരിഞ്ഞു നോക്കാനൊന്നും പോലും അയാൾക്ക് തോന്നുന്നു എന്ത് ഭ്രാന്തികളാണല്ലോ ഈശ്വരം. ഞാനും ഇങ്ങനെ ചിരി തുടങ്ങി, പിന്നെ നിർത്താൻ പറ്റുന്നില്ല. വന്ന ആൾക്കാർ ദൈവമേ എന്താ ഇത്. ഈ ഭാവനയ്ക്ക് ഈ സാഹസികമായ രംഗങ്ങൾ, അതായത് സ്റ്റണ്ട് സിനിമകളിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? കാരണം നമ്മുടെ വിജയ് നിർമ്മലയൊക്കെ കൊണ്ട് അഭിനയിച്ച സിനിമകളുണ്ടല്ലോ, അതുപോലുള്ള സിനിമകളിൽ നിന്നിപ്പോ മലയാളത്തിൽ വരുന്നില്ല. നമുക്ക് വലിയ നഷ്ടബോധമാണ് നമുക്കൊക്കെ. ഞാൻ ആക്ഷൻ മൂവി ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം കന്നഡയിൽ ചെയ്തൊരു ഫിലിം കേസ് ഓഫ് കൊണ്ടാന എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസ് ഓഫീസർ. കേസ് ഓഫ് കൊണ്ടാന എന്ന സ്ഥലമാണ്. അപ്പൊ അതിൽ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാ. അപ്പൊ അതില് ക്ലൈമാക്സിൽ എന്റെ ചെറുതായിട്ട് കുറച്ച് ഫൈറ്റ് ഉണ്ട്. അപ്പൊ അത് സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ലേ, അത് ശരിയാവില്ല, ഭയങ്കര ബോറായിരിക്കും, അങ്ങനെ ഇങ്ങനെ. മാസ്റ്റർ ഇല്ല, നമുക്ക് ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. ആ ഒരു കൊറിയോഗ്രാഫി, ഇപ്പം ഡാൻസിന് കൊറിയോഗ്രാഫി പോലെ സ്റ്റണ്ടിന് ഒരു കൊറിയോഗ്രാഫി അത് കിട്ടിക്കഴിഞ്ഞാൽ പറ്റും. ടൈമിങ്ങിൻ്റെ പ്രശ്നമുള്ളൂ. ചെയ്ത് നോക്കിയിട്ട് ഞാൻ കാണിച്ചത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് മാറ്റാം എന്നുള്ള പോലെ ഞാൻ അതിന്റെ ക്ലൈമാക്സ് ആക്ഷൻ ഒക്കെ ചെയ്തു. അല്ലെ ഈ ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പുറത്തിറക്കുന്ന പരിപാടിയല്ലോ? തൂക്കിയിട്ടുണ്ട് അപ്പുറത്തിറക്കുന്ന പരിപാടി ഞാൻ ഫൈറ്റിനല്ല, അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു വില്ലന്മാര് കൊല്ലുന്ന ഒരു ബച്ചൻ എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിമിൽ എന്നെ ഒരു സ്ഥലത്തുനിന്ന് തള്ളി താഴെ ഇട്ട് ജീവനോടെ കുഴിച്ചു മൂടും, അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അയ്യോ, അതൊരു 4-5 ദിവസം ഞങ്ങൾ ബെല്ലാരി എന്നുള്ള സ്ഥലത്ത്, എൻ്റെ അമ്മ എനിക്കത് ആലോചിക്കാൻ വയ്യ, കഷ്ടപ്പെടുവായിരുന്നു. അവസാനം അതില് ഈ റോപ്പിട്ടിട്ടല്ലേ വീഴ്ത്തുന്ന, വീണ് അവസാനം ഞാൻ എന്നെ ഒന്ന് പെട്ടെന്ന് കൊല്ലുവോ പ്ലീസ് എന്നായിപ്പോയി. കാരണം മടുത്തു, വയ്യാതായിപ്പോയി. റോപ്പിൽ കയറ്റുന്നു ഇടുന്നു. റീടേക്കിന് പല ആംഗിൾ. കാരണം അത് കാരണമാണ് പിന്നെ ഹീറോ റിവെഞ്ച് എടുക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് അവർ ഷൂട്ട് ചെയ്യും. അവസാനം സത്യം പറയുകയാണെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഗജനി മൂവിയിൽ അഭിനയിച്ച വില്ലനാണ്. ആള് തന്നെ പറഞ്ഞു ഡയറക്ടറിൻ്റെ അടുത്ത്, പാവം ഞാൻ ഷൂട്ട് ചെയ്ത് കൊന്നോളാം, എന്താ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനിങ്ങനെ കൊല്ലുന്നു, ഞാൻ ഷൂട്ട് ചെയ്തോളാം, ഞാൻ എന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലോ പ്ലീസ്, എനിക്ക് വയ്യ, എന്നെ പിന്നെ മണ്ണൊക്കെ മേത്തിടുന്നത്. അങ്ങനെ വിജയ നിർമ്മലയുടെ കുറവ് അനുഭവപ്പെടത്തില്ല മലയാളത്തിൽ വീട്ടിൽ വന്നാൽ അല്ലേ? അപ്പൊ ഈ സാഗർ ഏലിയാസ് ജാക്കിയില് ഇത് ഒരു ചാട്ടം ഉണ്ടല്ലോ, അത് കുറച്ച് സാഹസിക ചാട്ടമായിരുന്നു. ഈ ഡാൻസ് പഠിച്ചോണ്ട് അങ്ങനെയൊക്കെ ചില ഗുണമുണ്ടല്ലേ? അത് ഞാൻ ഒരു കൈ കൊണ്ട് നമ്മൾ സ്ട്രെങ്ത് എടുത്തിട്ട് 2 കാലും ഇങ്ങനെയാക്കി ചാടണം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് കൈയിനൊന്നും അധികം സ്ട്രെങ്ത് ഇല്ല, എനിക്ക് പേടിയാ. ഇങ്ങനെ ഒരു സ്റ്റെയർ കേസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ചാടണം എന്നൊരു താഴെ കുറച്ച് ഇതിൽ നമുക്ക് ഒരു ബെഡ് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ കാല് ഇങ്ങനെ ഇത് വേണം എന്നുള്ള ഒരു ഇതില്ല. അപ്പൊ അന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ അയ്യോ അങ്ങനെ ചാടുമ്പോൾ എന്റെ കൈ എനിക്ക് പേടിയുണ്ടാകാൻ. പക്ഷെ എല്ലാവരും കൂടി അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് അപ്പൊ ഞാനൊന്ന് നിനക്ക് പറ്റും അല്ലേ, അപ്പൊ ഞാനൊന്ന് ഓക്കെ എന്നാ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാന് എന്തായാലും ചെയ്യാൻ പറ്റും. കാണുമ്പോ ഒരു സുഖമുണ്ട്, കാണുമ്പോ കൊള്ളാലോ എന്നുള്ളൊരു സാധനമുണ്ട്. അല്ല, ഈ ഭാവന ചെയ്ത പടത്തില് ഈ സീനിൽ ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ട് ആൾ അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയിലെ രംഗമാണ് ജയരാജാന്റെ ദൈവനാമത്തിൽ എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അത്രയ്ക്ക് ഒരു സീരിയസ്നെസ് ഒന്നും ഉൾക്കൊണ്ടിട്ടൊന്നും അല്ല ചെയ്തത്. ബിക്കോസ് അന്നും ഐ വാസ് ടു യങ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലൊന്നും ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിട്ടല്ല. ഞാൻ സാറ് പറഞ്ഞത് അതുപോലെ ചെയ്തു എന്ന് മാത്രം. പക്ഷെ അത് സ്ക്രീനിൽ വന്നതിന് ശേഷം എനിക്ക് പ്രതീക്ഷിക്കാത്ത
ഒരു അഭിപ്രായങ്ങളും റിവ്യൂസും ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇത് നന്നാക്കി ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും അല്ല. ഞാൻ സാറ് പറയുന്നത് അതുപോലെ ചെയ്തു എന്നല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു കുട്ടി ഇത്രയും അങ്ങായിട്ട് കല്യാണം കഴിച്ചു പോകുന്നു അത് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൽ അങ്ങനെയൊന്നും ആ സമയത്ത് ആലോചിക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റിയും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് ഒരു റോള് പോലെ കണ്ട് ജയറാജ് സാർ പറയുന്ന പോലെ തന്നെ ചെയ്താണ്. പക്ഷെ അത് വന്നപ്പോൾ എനിക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ചെറുതായി.